മുതുകാട് സാർ എവിടെയെന്ന് ചോദിച്ചവർ അല്പം മുമ്പ് മാതൃഭൂമി ചാനലിൽ വന്ന ആ ഒരു ഇന്റർവ്യൂ വീഡിയോ കണ്ടു കാണുമെന്ന് കരുതുന്നു. എപ്പോഴും ഭിന്നശേഷി കുട്ടികൾ എന്നേ പറയൂ. അവരെ എപ്പോഴും കുട്ടികളായി കാണാനാണ് നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അതൊരു 26 വയസ്സായാലും 30 വയസ്സായാലും നമ്മൾ പറയുന്നത് ഭിന്നശേഷി മേഖലയിലെ കുട്ടികളെന്നാണ്. അപ്പോൾ ശരിക്കും അവരവരുടെ ബോഡിയെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല, അവരുടെ മൈൻഡ് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളും കുട്ടികളെ പോലെ പെരുമാറുന്നു എന്നുള്ള. ഇപ്പം വിഷ്ണുവിനെ ഒരുപക്ഷെ നിങ്ങൾ കണ്ട സമയത്ത് വിഷ്ണു ഒരു സാധാരണ ഒരു കൗമാരക്കാരനെ നമ്മൾ കാണുന്നത് പോലെയാണ്. വിഷ്ണു സംസാരിക്കുമ്പോഴാണ് വിഷ്ണുവിന് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കൈ ഒന്ന് ചെറുതായി ഒന്ന് വിറയ്ക്കുന്നതൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭിന്നശേഷി അല്ലെങ്കിൽ ഇത്തരമുള്ള ഓട്ടിസം സ്പെക്ട്രം മേഖലയിൽ അങ്ങനെയുള്ളവരുടെ ഒരു ഫാമിലി ലൈഫിനെ കുറിച്ചാണ് ഞാൻ 2 നീല മത്സ്യങ്ങളിൽ ഒരു ചിന്താധാര വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ലോകമെമ്പാടും അത്തരത്തിലൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് അതൊരു തിയററ്റിക്കൽ അപ്രോച്ചായിട്ട് അവർക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടോ? കാരണം അവർക്കും സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ ബോധ്യം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പൊതുധാരയിൽ സെക്സ് എന്ന് സാധാരണ ജീവിതം നയിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ പോലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പ്രശ്നമാണ്, അശ്ലീലമാണ്, സെക്സിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല അപ്പോഴാണ് നമ്മൾ ഈ ഭിന്നശേഷി മേഖലയിലെ അങ്ങനെയുള്ളവർക്കും സെക്സ് ലൈഫ് ഉണ്ടോ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ, അവരവരുടെ ബോഡിയെക്കുറിച്ച് തിരിച്ചറിയുന്ന പോലുമില്ല, അപ്പോഴാണോ നിങ്ങൾ സെക്സിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ഒരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ട്. നമുക്ക് മാത്രമല്ല, ഇത് ഞാൻ ഈ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇറ്റലിയിൽ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ സെയിം തന്നെയാണ്. കാരണം അവർക്ക് ഈ ഫാമിലി ലൈഫിനെ കുറിച്ചൊരു സർവേ നടത്തി. മാരേജ് ആവശ്യമുണ്ടോ, അവർക്ക് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് കുട്ടികളെ പ്രസവിക്കാൻ സാധിക്കുമോ, കുട്ടികളെ വളർത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സർവേയെ വേണ്ട എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്കും സാധ്യമാണോ എന്നൊരു ചോദ്യം അക്കാര്യത്തിൽ കൂടി 2 നീല മത്സ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ UK ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും പോയിരുന്നു. അപ്പോൾ പോയ സമയത്ത് അവിടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആ സ്ഥാപനത്തിനകത്തൊരു സെക്സ് റൂമുണ്ട്. ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ടീച്ചർമാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം നമ്മുടെ ആളുകൾ ഉൾക്കൊള്ളും എന്നുള്ളൊരു പ്രശ്നത്തിൻ്റെ പേരിൽ നമുക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ ഇപ്പോൾ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള ഡിസബിലിറ്റിയും അവർക്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവർക്ക് ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ശാരീരികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ആ പുസ്തകത്തിനകത്ത് 2 നീല മത്സ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ടുള്ള ബോധ്യം വരും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അതൊരു ശരിക്കും ഒരു ആളുകളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ആലോചന തുടക്കമിടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ പുസ്തകത്തിനകത്ത് അങ്ങനെ പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സാധ്യമാണോ എന്നുള്ള ഒരു ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ശ്രീ ഗോപിനാഥ് മുതുകാട് പറഞ്ഞതുപോലെ അതിനകത്ത് മുനീസ എന്ന് പറയുന്നൊരു സ്ത്രീക്ക് പിറന്ന പാത്തു എന്ന് വിളിക്കുന്ന ഒരു ഭിന്നശേഷിയായിട്ടുള്ള മകൾ. അപ്പം അതിനകത്ത് വേറൊരു ടാബുവിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്, വേറൊരു സ്റ്റീരിയോടിപ്പിക്കൽ ചിന്തയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഈ റിലീജിയസ് ആയിട്ട് പോലും ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു ഭിന്നശേഷി കുട്ടി പിറന്നാൽ അതെന്തോ മുൻജന്മ പാപത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലമാണ് എന്നൊക്കെയുള്ള ചില സ്റ്റീരിയോടിപ്പിക്കൽ പ്രിജുഡിസുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയല്ല എന്ന് പറയാൻ, ശാസ്ത്രീയമായി പറയാൻ കൂടിയാണ് അങ്ങനെ ഒരു ട്രാക്ക് ആ പുസ്തകത്തിനകത്ത്, ആ നോവലിനകത്ത് എഴുതിയിട്ടുള്ളത്. അതാണ് 2 നീല മത്സ്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്. അവർക്കും ഫാമിലി ലൈഫ് സാധ്യമാണ്. ഇപ്പോൾ അതിനകത്തൊരു സെക്സ് റോബോട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ഗോപിനാഥ് മുതുകാട് പറഞ്ഞതുപോലെ ഈ സെക്സ് റോബോട്ടുകൾ എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്ന നമ്മൾ ആദ്യം മനസ്സിൽ കാണുന്ന ഒരു ലൈംഗികമായ പ്രവൃത്തിക്ക് വേണ്ടി മാത്രമല്ല, ഇമോഷണലായി അവരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ ഭിന്നശേഷി മേഖലയിലെ ഓരോരുത്തർക്കും അത് അത്യാവശ്യമാണ്. അവരുടെ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ കൂടി ആരായുകയാണ് 2 നീല മത്സ്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആ പുസ്തകം വായിച്ച ഒരു കാര്യം കൂടി പറയാം. ഞാൻ ആ പുസ്തകം തുടങ്ങിയിട്ട് കയ്യിൽ നിന്ന് വെക്കാതെ കംപ്ലീറ്റ് തീർത്ത ഒരാളാണ്. കാരണം ഒന്ന്, ഈ ഒരു മേഖല അതിനകത്ത് കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിലും ആ പുസ്തകത്തിൻ്റെ ഒരു ഡെപ്തും വെച്ചുകൊണ്ട് മുഴുവനായിട്ട് ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർത്ത ഒരാളാണ്. ഞാനതിൻ്റെ
ആ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് മാതൃഭൂമിയുടെ അവിടെ വെച്ചിട്ട് ഞാനത് പറയുകയുണ്ടായി. കാരണം അത്രമാത്രം ഹൃദിഷ്ടമായിട്ടുള്ള, അത്രമാത്രം ഉള്ളിലേക്ക് നമുക്ക് തട്ടുന്ന ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് അത് ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പലരും കൈകാര്യം ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം ആ പുസ്തകത്തിനകത്ത് വളരെ ഡീപ്പായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനകത്ത് ഷാബുവിനെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലൈംഗിക ജീവിതവും കുടുംബ ജീവിതവും ഭിന്നശേഷിക്കാർക്ക് സാധ്യമാണോ എന്ന ആ ഒരു വിഷയത്തിൽ മുതുകാട് സാറും നീല മത്സ്യങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഷാബു സാറും ചേർന്ന് നടത്തിയ ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു കുഞ്ഞു വീഡിയോ മാത്രമാണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. ആ ഒരു വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റ് ഇടുന്ന സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വെറും 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. ഇതിനു പുറമെ ന്യൂസ് ചാനലിന്റെ മെയിൻ വീഡിയോ ഒന്ന് വന്നോട്ടെ. നിങ്ങൾക്കുള്ള മറുപടിയെല്ലാം ആ വീഡിയോയിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെ തുടർന്ന് വിവാദങ്ങൾക്കുള്ള മറുപടിയുമായി മുതുകാട് സാർ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും.